കുടിയൊഴിപ്പിക്കുന്ന കാര്യത്തിൽ സർക്കാർ ഒരു റീതിങ്കിങ്ങിലേക്ക് പോവുകയാണ്. റോജി എം ജോണിനെ അവിടെ ആളുകളുമായിട്ട് ചർച്ചയ്ക്ക് ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. പോലീസ് ഉദ്യോഗസ്ഥരായിട്ട് വീണ്ടും പ്രവേശനത്തിലെ യോഗം നടത്തുന്നുണ്ട്. സർക്കാരിൻ്റെ ആ വിഷയത്തിൽ ലെഫ്റ്റ് സർക്കാർ എന്താണ്? അല്ല, യഥാർത്ഥത്തിൽ അത് ഇത്രയും കാലം ഒരു പ്രശ്നവും ഇല്ലാതെ അവരവരുടെ വീടുകളിൽ തന്നെ താമസിക്കാൻ കഴിഞ്ഞു എന്നതാണ് ഇടതുപക്ഷ സർക്കാർ ചെയ്ത ഏറ്റവും പ്രധാന ഭാഗം. ഇത് രണ്ട് പ്രൈവറ്റ് പാർട്ടികൾ തമ്മിലുള്ള തർക്കമായിട്ടാണ് വന്നത്. അപ്പോൾ അതിൻ്റെ ഭാഗമായി കോടതി വിധി വന്നു. കോടതി വിധി വന്ന് ഒഴിപ്പിക്കലിൻ്റെ ഘട്ടം എത്തിയപ്പോഴാണ് 2022 അവസാനമാണ് ഈ പ്രശ്നം ഞങ്ങളുടെ എല്ലാവരും ശ്രദ്ധയിൽപ്പെടുന്നത്. അന്ന് അവിടുത്തെ MLA ആയിരുന്ന ശ്രീ ശ്രീനിജൻ ആ പ്രശ്നത്തിൽ ഗൗരവമായി ഇടപെട്ടു. പോലീസ് ഓരോ തവണയും കോടതി പറയുമ്പോൾ ഒഴിപ്പിക്കാൻ വരുമെങ്കിലും ഇപ്പോൾ 150 വർഷത്തിലധികമായി താമസിച്ചുകൊണ്ടിരിക്കുന്നതാണ്. ഇന്നലെ ഞാൻ കണ്ട ഒരു അമ്മ തങ്കമ്മ ചേച്ചി, അവർ കല്യാണം കഴിച്ച് കൊണ്ടുവരുന്നത് അവരുടെ മാതാപിതാക്കൾ, അവരുടെ എല്ലാം സംസ്കരിച്ചതെല്ലാം തന്നെ ആ മണ്ണിനകത്ത് തന്നെയാണ്. അവിടെ ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ റോഡുണ്ട്, പിന്നെ വീട് വെച്ച് കൊടുത്തിട്ടുണ്ട് പഞ്ചായത്ത് സംവിധാനങ്ങൾ. അപ്പോൾ അത്തരത്തിലുള്ളൊരു അവകാശം സ്വാഭാവികമായിട്ടുണ്ട്. പക്ഷേ കോടതിയിൽ അവരാണല്ലോ ആ ഘട്ടത്തിൽ ഇതാരും ശ്രദ്ധയിൽ, ഗവൺമെൻറ് കക്ഷിയായിരുന്നില്ല. അങ്ങനെയാണ് ആ വിധി വരുന്നത്. പിന്നെ എങ്ങനെ ഗവൺമെൻറ്റിന് കൂടി ഇതിനകത്ത് പങ്കുചേരാൻ കഴിയും? അതിലാണ് ഒരു ഘട്ടത്തിൽ കളക്ടർ ഉൾപ്പെടെ എല്ലാവരുമായി ചർച്ച ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ ആ പ്രദേശത്തുള്ള 19 ഏക്കറും സർവേ നടത്താനായിട്ട് തീരുമാനിച്ചു. ഈ കേസ് കൊടുത്തവരുൾപ്പെടെ അവരവിടെ താമസിക്കുന്നവരെല്ലാം എല്ലാ ഭൂമിയും സർവേ നടത്തി പുറമ്പോക്ക് എത്രയാണ് എന്ന് നിർണ്ണയിച്ച് പിന്നെ ചട്ടപ്രകാരം അവർക്ക് പതിച്ചു കൊടുക്കാൻ കഴിയുമോ? ഒരു ഘട്ടത്തിൽ പുനരധിവാസം ചർച്ച ചെയ്തെങ്കിലും 150 വർഷമായി താമസിക്കുന്ന സ്ഥലമായതുകൊണ്ട് അവരാരും മറ്റൊരു സ്ഥലത്തേക്ക് പോകാൻ തയ്യാറായിരുന്നില്ല. ആ കാര്യവും നമ്മളന്ന് ചർച്ച ചെയ്തിരുന്നതാണ്. അങ്ങനെയാണ് സർവേ നടപടികളിലേക്ക് പോയത്. സർവേ ആരംഭിച്ചു. ഈ 19 ഏക്കറും സർവേ പൂർത്തീകരിക്കേണ്ടതുണ്ട്. ആ ഘട്ടം വന്നപ്പോഴാണ് പിന്നെ തെരഞ്ഞെടുപ്പിലേക്ക് എത്തി. പിന്നെ സർവേയർമാരുടെ ഇപ്പോൾ നമ്മുടെ ദേശീയപാതയുടെ ബൈപ്പാസ് അതിൻ്റെ എല്ലാം സർവേ കേന്ദ്രീകരിക്കുന്നതുകൊണ്ട് സർവേയർമാർ അങ്ങോട്ട് കേന്ദ്രീകരിക്കേണ്ട സാഹചര്യം ഉണ്ടായിരുന്നു. ഇപ്പോൾ സർവേ നടപടികൾ ഏകദേശം പൂർത്തീകരിക്കാറായിട്ടുണ്ട്. അപ്പോൾ ആ നടപടികൾ പൂർത്തീകരിച്ച് പട്ടയം കൊടുക്കുന്നത് വരെ ഇത്തരം നടപടികളിലേക്ക് പോകരുത് എന്ന നിലപാടാണ് അന്ന് സ്വീകരിച്ചിരുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് പിന്നീട് പോലീസ് ആക്ഷനിലേക്ക് പോയിരുന്നില്ല. ഇപ്പോൾ വളരെ പെട്ടെന്ന് പോലീസ് വല്ലാത്ത രീതിയിലാണ് പെരുമാറിയത്. അപ്പോൾ അതാണ് അങ്ങേയറ്റം ഗൗരവമായ കാര്യമെന്നുള്ളത്. ഞാനവിടെ സന്ദർശിച്ചപ്പോൾ അവർ പറഞ്ഞത് ആദ്യം സാധാരണ വന്നു, അപ്പോൾ ഇവരുടെ എതിർപ്പ് കാരണം തിരിച്ചു പോവുക എന്ന രീതിയാണ് എപ്പോഴും സ്വീകരിച്ചിട്ടുള്ളത്. അങ്ങനെ സ്വീകരിക്കുമെന്ന് കരുതിയിരിക്കുമ്പോഴാണ് പെട്ടെന്ന് വീണ്ടും കൂടുതൽ പോലീസ് വന്ന് എല്ലാ വീടിനു ചുറ്റും പോലീസ് വന്ന് സ്ത്രീകളെയും കുഞ്ഞുങ്ങളെയും ഉൾപ്പെടെ അതിഭീകരമായി മർദ്ദിക്കുന്ന സാഹചര്യം ഉണ്ടായത്. അത് ഒരു തരത്തിലും അംഗീകരിക്കാൻ കഴിയാവുന്ന കാര്യമല്ല. സർക്കാർ ഇടപെട്ട് സാധ്യമായ പരിഹാരം തന്നെ ഉണ്ടാക്കണം. അതിന് മുൻകൈ എടുത്ത നല്ല കാര്യം തന്നെയാണ്. അതിന് പരിഹാരം ഉണ്ടാക്കുക എന്നതാണ് പ്രധാനം. അതുവരെ പോലീസിൻ്റെ മറ്റ് നടപടികൾ ഇല്ലാതിരിക്കുന്നതിനുള്ള ഒരു നിർദ്ദേശം കൂടി ഗവൺമെൻറ് ഭാഗത്തുനിന്ന് ഉണ്ടാകേണ്ടതുണ്ട്. ഇപ്പോൾ ആലപ്പുഴയിലെ MD തോമസ് MLA അന്നും മർദ്ദിച്ച സംഭവത്തിൽ 2 ഗവൺമെന്റ്മാർ അത് വിട്ടിട്ടില്ല. അതിന്റെ പ്രാഥമിക അന്വേഷണത്തിൽ അട്ടിമറി നടന്നുകൊണ്ടുള്ള നിഗമനത്തിലേക്ക് SIT അല്ല, അതറിയില്ല. അതിപ്പോൾ അന്വേഷണം ഉണ്ടല്ലോ, അന്വേഷണം നടന്നോട്ടെ, അതിനകത്ത് കുഴപ്പമില്ലല്ലോ. ഒരു ഗവൺമെൻറ് വരുന്നു, ആ ഗവൺമെൻറ് അന്വേഷണം പ്രഖ്യാപിക്കുന്നു, അന്വേഷണം സ്വാഭാവികമായിട്ടും നടക്കട്ടെ. അത് സംബന്ധിച്ച് ഇപ്പോൾ ഒരു അഭിപ്രായം പറയേണ്ട ഘട്ടമായിട്ടില്ല തോന്നുന്നു. അല്ല, അതിപ്പോൾ ഇവർ അന്വേഷിക്കുകയാണല്ലോ. ഇവർ അന്വേഷിക്കുന്നത് അങ്ങനെ ഈ ഗവൺമെൻറ്റിന് തോന്നിയത് കൊണ്ടാണ് അവർ പുനരന്വേഷണത്തിന് വെച്ചിരിക്കുന്നത്. അപ്പോൾ അന്വേഷണം വരട്ടെ. അല്ല, അവരിപ്പോൾ എന്തായാലും ഗവൺമെൻറ്റിൻ്റെ ആദ്യത്തെ തീരുമാനമായി തന്നെ മന്ത്രിസഭ യോഗത്തിൽ അത് വന്നിട്ടുണ്ട്. അപ്പോൾ ആ അന്വേഷണം എങ്ങനെയാണ് വരുന്നതെന്ന് നോക്കട്ടെ. നീതിപൂർവമായ അന്വേഷണം തന്നെ വരട്ടെ എന്ന് നമുക്ക് എല്ലാവർക്കും ആഗ്രഹിക്കാം. ഈ കുടിയൊഴിപ്പിക്കലിലെ പോലീസ് നടപടി അത് ഈ സർക്കാരിൻ്റെ ഒരു നയമാറ്റത്തിൻ്റെ ഭാഗമായിട്ടാണോ കാണുന്നത്? അതിൽ സംശയമുള്ളത്, ഇത്രയും 14 തവണ പോലീസ് വന്നിരുന്നു. ഓരോ തവണ കോടതി പറയുമ്പോൾ സ്വാഭാവികമായിട്ടും പോലീസിന് വരേണ്ടി വരും. പക്ഷേ അവിടുത്തെ നിലനിൽക്കുന്ന യാഥാർത്ഥ്യം കുറച്ച് ഗൗരവമുള്ളതാണ്. അതുകൊണ്ടാണ് എല്ലാവരും അതിനെ ഈ 14 തവണയും ശ്രീനിജൻ അവിടെ നേരിട്ട് പോയിട്ടുണ്ട്. MLA എന്ന നിലയിൽ അദ്ദേഹം തന്നെ നേരിട്ട് അവിടെ പോയിരുന്നു. ആ ഘട്ടത്തിലെല്ലാം പ്രവർത്തിച്ച സമയമായതുകൊണ്ട് എന്നോട് സംസാരിച്ചിരുന്നു. ആ സംസാരത്തിൻ്റെ കൂടി അടിസ്ഥാനത്തിൽ കളക്ടർ ഉൾപ്പെടെ ഇടപെട്ടിട്ടാണ് അങ്ങനെ ഒരു പ്രശ്നത്തിലേക്ക് പോകാതിരുന്നത്. പക്ഷേ ഇന്നലെ വന്നതിന് ശേഷമാണ്, വന്ന് തിരിച്ചു പോയതിന് ശേഷം വളരെ അഗ്രസീവായിട്ടാണ് പോലീസ് വന്നത്. അത് പ്രത്യേക ഏതെങ്കിലും നിർദ്ദേശപ്രകാരമായിരുന്നോ? അത് സർക്കാർ തന്നെ പരിശോധിക്കേണ്ടതുണ്ട്. പോലീസ് ഇത്തരം ഘട്ടത്തിൽ വളരെ ദളിത് വിഭാഗത്തിൽപ്പെട്ട പ്രായമായ സ്ത്രീകൾ, കുഞ്ഞുങ്ങൾ ഇവരെ ഉൾപ്പെടെ ചവിട്ടുക, വലിച്ചടയ്ക്കുക എന്ന നിലയിലേക്ക് എത്തുക എന്നുള്ളത് വളരെ ഗൗരവമായ കാര്യമാണ്.
പ്രതിപക്ഷ നേതൃസ്ഥാനത്തേക്ക് പിണറായി വന്നതിൽ പല ജില്ലാ കമ്മിറ്റികളിൽ വിമർശനമുണ്ടെന്ന വാർത്തകൾ അല്ല, വാർത്തകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുമല്ലോ. അത് എൻ്റെ ശ്രദ്ധയിലില്ല. അത് അല്ല, എൻ്റെ ശ്രദ്ധയിലില്ല. അത് ഇങ്ങനെ പത്രങ്ങൾ വരുന്നത് തോൽവിയിൽ വലിയ വിമർശനം താങ്കൾക്കെതിരെ അതെല്ലാം നേരത്തെ പറഞ്ഞു പോയതാണ്. അതേപോലെ നമ്മുടെ വിജയരാഘവനെതിരെ മലപ്പുറം ജില്ലയിൽ ലീഗുമായിട്ടൊരു അവിശുദ്ധ കൂട്ടിയിട്ടുണ്ടെന്നുള്ള നിലയിൽ ഒരു വീഡിയോ ഒക്കെ പ്രചരിക്കുന്നുണ്ട്. ശ്രദ്ധയിൽപ്പെട്ടു? അറിയില്ല, നേരത്തെ തിരിച്ചാണല്ലോ പറഞ്ഞത്. ഇപ്പൊ അതിന്റെ വീഡിയോ പുറത്തു വന്നിട്ടുണ്ട്. ഞാൻ കണ്ടില്ല. വിരുന്നിൽ പങ്കെടുക്കുന്ന വീഡിയോ പുറത്ത് കണ്ടില്ല. ഈ പുതിയ സർക്കാർ വന്നപ്പോൾ സിൽവർ ലൈൻ ക്യാൻസൽ ചെയ്തു, ആശാ പ്രവർത്തകർക്ക് വേതനം കൂട്ടിക്കൊടുത്തു, അതുപോലെ അങ്ങനെ പല ആശാ പ്രവർത്തകരുടെ അന്ന് നമ്മളും വേതനം വർദ്ധിപ്പിച്ചു. പക്ഷെ അവർ പറഞ്ഞതിലേക്ക് എത്തിയിട്ടില്ല. എന്തായാലും അവർ നിൽക്കട്ടെ. കേരളയുടെ കാര്യത്തിൽ കേന്ദ്ര അനുമതി ഇല്ലാത്തത് കൊണ്ട് നമ്മളും മറ്റു സംവിധാനത്തിലേക്കാണ് പോകാൻ തീരുമാനിച്ചിരുന്നത്. അതിവേഗത ഉള്ള കണക്ടിവിറ്റി വേണമെന്നുള്ളത് ഇന്നത്തെ കാലത്ത് നാടിൻ്റെ ആവശ്യമാണ്. എന്നാൽ ആർക്കാ ഇത്ര തിടുക്കം എന്ന നിലപാടിലാണോ ഗവൺമെൻറ് നിൽക്കുന്നത്? ഇനിയിപ്പോൾ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, മുഖ്യമന്ത്രി പ്രതിപക്ഷ നേതാവായിരിക്കുമ്പോൾ പറഞ്ഞത് തുരങ്കപ്പാത ഞങ്ങൾ അനുവദിക്കില്ല എന്നാണ്, വയനാട് തുരങ്കപ്പാത. ഇനിയിപ്പോൾ അത് നിർത്തിവെക്കുമ്പോൾ തീരുമാനമായിരിക്കുമോ അടുത്ത് വരാൻ പോകുന്നത്? ഇപ്പോൾ പ്രതിപക്ഷ സമയത്ത് പല ഘട്ടങ്ങളിലും പറഞ്ഞിട്ടുണ്ടാവും. പക്ഷേ നമ്മുടെ നാടിൻ്റെ വികസന കാര്യങ്ങളിൽ അവധാനതയോടുകൂടി നിലപാട് സ്വീകരിക്കും. വേറെ ഏതാണ് ബദൽ എന്ന് ഗവൺമെൻറ് മുന്നോട്ട് വയ്ക്കട്ടെ. അപ്പോൾ ആ ഘട്ടത്തിൽ നമുക്ക് ചർച്ച ചെയ്യാം. അല്ല, അതറിയില്ല. ഇപ്പോൾ അവർ കേരളയിൽ അത് വിജ്ഞാപനം റദ്ദാക്കി. നമ്മളത് നിലനിൽക്കുമ്പോൾ തന്നെ ഒരു റാപ്പിഡ് ട്രാൻസ്പോർട്ട് സിസ്റ്റം, വേഗതയേറിയ സംവിധാനം എന്നുള്ളത് അത് യഥാർത്ഥത്തിൽ നമ്മുടെ ഭാഗത്തു നിന്നല്ല. എറണാകുളത്ത് അർബൻ കോൺക്ലേവ് നടക്കുമ്പോൾ കേന്ദ്ര നഗര വികസന മന്ത്രി തന്നെയാണ് ഇങ്ങനെയൊരു പദ്ധതി നിങ്ങൾ സമർപ്പിക്കുകയാണെങ്കിൽ യൂണിയൻ ഗവൺമെൻറ് പോസിറ്റീവായിട്ട് അതിനെടുക്കും, കേരളത്തിന് അതിനുള്ള എല്ലാ അർഹതയും ഉണ്ട് എന്ന് അദ്ദേഹം അന്നത്തെ മുഖ്യമന്ത്രി ഞങ്ങളെല്ലാവരും ഇരിക്കുന്ന വേദിയിൽ വെച്ചിട്ടാണ് പ്രഖ്യാപിച്ചത്. ആ പ്രഖ്യാപനത്തിൻ്റെ കൂടി അടിസ്ഥാനത്തിലാണ് റെയിൽവേയുടെ കീഴിൽ വരുന്നതല്ല അങ്ങനെ ഒരു പദ്ധതി തയ്യാറാക്കാനായിട്ട് തീരുമാനിച്ചിട്ടുള്ളത്. ഇനി അതല്ല വേറെ ഏതാണ്? എന്തായാലും ഞങ്ങളുടെ അഭിപ്രായം കേരളം പോലെ ഒരു സംസ്ഥാനത്ത് വേഗതയുള്ള കണക്ടിവിറ്റി സംവിധാനം വേണം. വളരെ നഗരവൽകൃതമാണ്. നിങ്ങൾക്കറിയാം, നമ്മുടെ വ്യവസായ മേഖല, IT മേഖലയിൽ വലിയൊരു മുന്നേറ്റം കഴിഞ്ഞ കാലങ്ങളിൽ ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അത് തുടരണം. ഏത് ഗവൺമെൻറ്റാണെങ്കിൽ ഇത്തരം കാര്യം തുടരണമല്ലോ. അത് തുടരണമെങ്കിൽ അതിനാവശ്യമായ പശ്ചാത്തല സൗകര്യങ്ങൾ ഉണ്ടാകണം. അതിൻ്റെ ബദൽ എന്താണെന്ന് ഇതില്ല എന്ന് പറയുമ്പോൾ തന്നെ പ്രഖ്യാപിക്കാനോ അല്ലെങ്കിൽ അതിനെക്കുറിച്ച് പഠിക്കാനോ ഗവൺമെൻറ് തയ്യാറാകേണ്ടതുണ്ട് എന്നാണ് എൻ്റെ അഭിപ്രായം. ഈ സർക്കാരുകൾ മാറുമ്പോൾ ഈ നയമാറ്റത്തിൻ്റെ ഭാഗമായുള്ള നടപടികൾ ഉണ്ടാവാറുണ്ട്. അപ്പോൾ ഈ ഗൺമാൻ്റെ കേസിലടക്കുമ്പോൾ കുറച്ചുകൂടെ ഒരു അഗ്രസീവ് സ്റ്റാൻഡിലാണ് പുതിയ സർക്കാർ പോകുന്നതെന്ന് തോന്നുന്നുണ്ടോ? അല്ല, അത് ഓരോരുത്തർക്കും ഓരോ രീതി ഉണ്ടാവുമല്ലോ. ഇപ്പോൾ കഴിഞ്ഞ 10 വർഷവും അത്തരത്തിലുള്ള ഏതെങ്കിലും പ്രതികാര നടപടികളോ മറ്റു കാര്യങ്ങളിലേക്കൊന്നും ഗവൺമെൻറ്, ഞങ്ങൾ വികസന കാര്യങ്ങളും ജനങ്ങൾക്ക് നൽകിയ പ്രകടന പത്രികയിലുമാണ് കേന്ദ്രീകരിച്ചിരുന്നത്. സങ്കുചിതമായ രാഷ്ട്രീയ താല്പര്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ 10 വർഷവും ഗവൺമെൻറ് ഒരു തരത്തിൽ നിലപാട് സ്വീകരിച്ചിരുന്നില്ല. പിന്നെ ഓരോ UDF സമീപനം എന്തായാലും ഇപ്പോൾ തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ. നമുക്ക് കുറച്ചുകൂടി കാത്തിരിക്കാം. അല്ല, ആ കേസ് പിൻവലിക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോയെന്നറിയില്ല, കേസിൻ്റെ സ്വഭാവം അനുസരിച്ച് പിൻവലിക്കുന്ന ഇത് നമ്മൾ അന്ന് പറഞ്ഞപ്പോൾ വലിയ പ്രശ്നമായത് ഒറ്റയടിക്ക് പിൻവലിക്കാമെന്നായിരുന്നു. കേസിൻ്റെ സ്വഭാവം എന്നുള്ളത് ഇപ്പോൾ ഗവൺമെൻറ് കേസ് പിൻവലിക്കണോ എന്ന് തീരുമാനിക്കുന്നത് തന്നെ ഒരു പ്രക്രിയയുടെ ഭാഗമായിട്ടാണ്. പോലീസ് റിപ്പോർട്ട് വാങ്ങും. പോലീസ് റിപ്പോർട്ട് അങ്ങനെയാണെങ്കിലും ഗവൺമെൻറ്റിന് കേസ് പിൻവലിക്കാനാണ് ഉദ്ദേശിക്കുന്നതെന്ന് അഭിപ്രായം കോടതിയുടെ മുൻപിലാണ് വയ്ക്കുന്നത്. കോടതിയുടെ തന്നെ നിർദ്ദേശങ്ങളുണ്ട്. ഇപ്പോൾ ജനപ്രതിനിധികൾ പങ്കെടുക്കുന്ന അവർ പ്രതികളായിട്ടുള്ള കേസുകളാണെങ്കിൽ ഹൈക്കോടതിയുടെ അനുമതി ഇല്ലാതെ പിൻവലിക്കാൻ പറ്റില്ല. പൊതുമുതൽ നശീകരണം അല്ലെങ്കിൽ മറ്റു രൂപത്തിലെ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കിയ കേസുകളും സാധാരണ പിൻവലിക്കാൻ പറ്റും. അപ്പോൾ കേസ് ടു കേസാണ് പിൻവലിക്കുക എന്നുള്ളത്. അപ്പോൾ അതാണ് സാധാരണ. അങ്ങനെ പിൻവലിക്കാൻ തീരുമാനിച്ചാലും പിൻവലിക്കണോ വേണ്ടയോ തീരുമാനിക്കുന്നത് കോടതിയാണ്. ഇതാണ് അന്നത്തെ മുഖ്യമന്ത്രി പറഞ്ഞത്. അത് തന്നെയാണ് വേറെ സ്വരത്തിൽ ഇപ്പോഴത്തെ മുഖ്യമന്ത്രി പറഞ്ഞത്. അത് സ്വാഭാവികമായിട്ടും വരില്ല. കേസ് എന്ന് പറഞ്ഞാൽ നമുക്ക് എഴുതി തള്ളാൻ പറ്റുന്നതല്ല. അത് കോടതിയുടെ മുൻപിലേക്ക് വരും. ഈ പറയുന്ന മാർഗനിർദ്ദേശങ്ങൾക്ക് അനുസൃതമായിട്ടായിരിക്കും നിലപാട് സ്വീകരിക്കുന്നത്.